ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടി. ദാറ്റ് ഈസ് എ ഡേ ഓഫ് ഗ്രേറ്റ് റിജോയ്സിങ് അല്ലേ? നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി? ഒരു പുറത്തുനിന്ന് വന്ന ഒരു രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. വി ഗോട്ട് ഫ്രീഡം ഫ്രം എ നേഷൻ വിച്ച് വാസ് റൂളിങ് അസ് വിത്ത് ആൻ അയൺ ഹാൻഡ് അല്ലേ? നമ്മളെ ചൂഷണം ചെയ്യുവാൻ വന്ന, തീർച്ചയായിട്ടും അവരിവിടെ വന്ന് നമുക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയൊന്നുമല്ല, നമ്മളുടെ നല്ല കാര്യങ്ങൾ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ദേ കെയിം വിത്ത് എ വെരി സെൽഫിഷ് മൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് അല്ലേ, ടു കോളനൈസ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വളരെ നല്ലത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് പല നല്ല കാര്യങ്ങളും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരിക്കലും അത് നിഷേധിക്കുവാൻ പറ്റുകയില്ല. പക്ഷേ ഫൈനൽ ബോട്ടം ലൈൻ നോക്കുമ്പോൾ നമ്മൾ അവരുടെ അടിമത്തത്തിലായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾക്ക് ഒരു മോചനം കിട്ടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മോചനം എല്ലാ ദിവസവും എല്ലാ കൊല്ലവും ആ ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യ എമ്പാടും എല്ലാ ആൾക്കാർ കൂടുന്ന അവിടെയും ഫ്ലാഗുകളൊക്കെ ഉയർത്തി അവർ ഇന്ത്യയുടെ നാഷണൽ ആനന്ദമൊക്കെ പാടി കൈകൊട്ടി സന്തോഷിച്ച് മധുരമൊക്കെ കൈമാറി. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അന്ന്. സ്കൂളുകളിലും ഓഫീസുകളിലുമൊക്കെ അവധി ദിവസമാണ് അല്ലേ? കാരണം എന്താണ്? എല്ലാവർക്കും ഒരു സന്തോഷമാണ്, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. പ്രിയപ്പെട്ട, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ ജഡത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആത്മാവിനും നമുക്കൊരു നിത്യജീവന് വഴി നമുക്കൊരു സന്തോഷം കിട്ടിയ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുപരി എന്തുമാത്രം ആഘോഷിക്കേണ്ട ഒരു വ്യക്തികളാണ്. അത് ഒരു ദിവസം ആഘോഷിക്കേണ്ടതല്ല, അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ആഘോഷിക്കേണ്ടതാണ്. നമ്മൾക്ക് സാത്താൻ്റെ പിടിയിൽ നിന്നും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ നമ്മുടെ നിത്യത ചെലവഴിക്കുകയും ഒരു മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ജനമാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പിശാചിൻ്റെയും സാത്താൻ്റെയും പിടിയിൽ നിന്നും ആ നരകത്തിൽ നിന്നും നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു തന്നെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഉറവിടം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോൾ എന്തുമാത്രം സന്തോഷിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശമാണ്. പക്ഷേ ആ അവകാശം പലരും നിഷേധിക്കുന്നുണ്ട്. There is a right to be free, but a lot of people prefer to be in slavery. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ അടിമത്തത്തിൽ തന്നെ കഴിയുവാനായിട്ട് പലർക്കും അതാണ് അവരുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്, നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ കർത്തത്തിൻ്റെ കീഴിലാണ്. വി ആർ അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് സംവൺ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം, നമുക്ക് റോമർക്കുള്ള ലേഖനം ഹല്ലേലൂയ 6-ാം അധ്യായം 16-ഉം 17-ഉം വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നമ്മൾ ഒരു വ്യക്തിയുടെ അടിമയാണ്. ആരെങ്കിലും ഒരു വ്യക്തിയുടെ അടിമയാണ്. ആ അടിമ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത്, നമ്മൾ അവിടെ ഒരു അടിമ വേല ചെയ്യുന്നതല്ല. അടിമത്വം അവിടെ പറയുന്നത് ദാറ്റ് യു ബിലോങ് ടു. നമുക്കറിയാം, ഒരു അടിമ പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ ആ അടിമ യജമാനൻ്റെ ഒരു സ്വത്താണ് അല്ലേ? യജമാനൻ ആ അടിമയെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ യജമാനൻ്റെ സ്വത്തായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ യു ആർ കമ്മിങ് അണ്ടർ ദ ലോർഡ്ഷിപ്പ്. യു ബിലോങ് ടു സംവൺ. ഐദർ യു ബിലോങ് ടു, ബ്രദർ ഒന്ന് വായിക്കാമോ? നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം. ഞാൻ ഇന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. ഡു യു നോട്ട് നോ ദാറ്റ് ടു whom you present yourselves slaves to obey, you are that one slaves to obey, whether of sin leading to death or obedience to God leading to righteousness. അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ഒരു അടിമയാണ്, ആരുടെയെങ്കിലും ഒരു കർത്തത്തിൻ്റെ കീഴിലാണ്. ഒന്നെങ്കിൽ സാത്താൻ്റെ കർത്തത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ കർത്തത്തിന് കീഴിൽ. 17-ാം വചനം പറയുന്നുണ്ട്, ബട്ട് ഗോഡ് ബി താങ്ക്ഡ് ദാറ്റ് ദോ യു വർ സ്ലേവ്സ് ഓഫ് സിൻ. ഒരിക്കൽ നമ്മൾ സാത്താൻ്റെ അടിമയായിരുന്നു, പാപത്തിൻ്റെ അടിമയായിരുന്നു. യെറ്റ് യു ഒബേഡ് ഫ്രം ദ ഹാർട്ട് ദാറ്റ് ഫോം ഓഫ് ഡോക്ട്രിൻ ടു വിച്ച് യു വർ ഡെലിവേർഡ്. അങ്ങനെ നമ്മൾ ആ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചതുകൊണ്ട് 1 പത്രോസ് 2-ാം അധ്യായം 8-9 വചനങ്ങൾ പറയുന്നത് പോലെ നമ്മൾ ആ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ ദൈവം നമ്മളെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ആ പിശാചിൻ്റെ കർത്തത്തിൽ നിന്ന് ഒരു വില കൊടുത്ത് യേശു നമ്മളെ ദൈവത്തിൻ്റെ ആ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. നമ്മൾ മനസ്സിലാക്കണം,
ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു ആ വില കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? വില കൊടുത്തു. നമുക്കറിയാം, പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല നിങ്ങളെ ഞാൻ വാങ്ങിച്ചത്, അതിനുപരി കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് നിങ്ങളെ ഓരോരുത്തരെയും വാങ്ങിച്ചത്. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ഒരു തെറ്റായ ഒരു ബോധ്യമുണ്ട്. ഈ വില ആർക്കാ കൊടുത്തത്? To whom did Jesus pay the price? To whom? You were not purchased with corruptible things like silver or gold, but you were purchased by the blood of the Lamb of God without blemish or spot. അപ്പോൾ ഒരു കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തമാണ് വിലയായിട്ട് കൊടുത്തത്. ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? യെസ്, പലപ്പോഴും തെറ്റായ ഒരു ചിന്തയുണ്ട് ചില മേഖലകളിൽ. ഈ രക്തം കൊടുത്തത് പിശാചിനാണെന്ന്. അല്ല. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, He is just and the justifier of those who have faith in Jesus Christ. നിയമത്തിൻ്റെ ആവശ്യമായിരുന്നു പാപമോചനത്തിന് രക്തം ചിന്തണമെന്നുള്ളത്. So the blood was paid in obedience to the word. The word required, Leviticus 17:11 requires that the blood has been given to be poured on the altar as an atonement for sins. രക്തം ചിന്താതെ പാപമോചനമില്ല. അത് നിയമത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് രക്തം യേശുക്രിസ്തു ചിന്തിയത്. ഇറ്റ് വാസ് എ പ്രൈസ് പെയ്ഡ് ഫോർ ഒബീഡിയൻസ് ടു ദ ലോ. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ വന്നത് നിയമം അസാധുവാക്കുവാനല്ല, അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. ഐ ഹാവ് നോട്ട് കം ടു സെറ്റ് അസൈഡ് ദ ലോ ബട്ട് ടു ഫുൾഫിൽ ദ ലോ. ദ റൈച്ചസ് റിക്വയർമെന്റ് ഓഫ് ദ ലോ വാസ് ദാറ്റ് ബ്ലഡ് മസ്റ്റ് ബി ഷെഡ്. So the price was paid in obedience, in fulfillment of the law. Correct. The price was paid to the Father because the Father is just. The Father is just. So നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് ഓരോരുത്തർക്കും മോചനം കിട്ടിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 34, 35, 36 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും ദൈവം പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പാപത്തിലുള്ളവൻ അങ്ങനത്തെ അടിമത്തമുള്ളതാണ്, അതിൽ നിന്ന് എങ്ങനെയാണ് ആ യേശുവിൻ്റെ കർത്തത്തിലേക്ക് വരാൻ പറ്റുക, അവരുടെ അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 8-ാമത്തെ അധ്യായം 34, 35, 36 വചനങ്ങൾ. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൻ്റെ അടിമ എന്താണ് ചെയ്യുന്നത്? പാപത്തിൻ്റെ അടിമ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. ജീസസ് ആൻസർഡ് them, most assuredly I say to you, whoever commits sin is a slave of sin. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ ആയിരിക്കുന്ന വ്യക്തി എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പാപം ചെയ്യുന്നത് കൊണ്ടാണ് അവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ പാപം ചെയ്ത് ആ പാപത്തിൻ്റെ സാത്താനാകുന്ന ആ കർത്തനെ സേവിച്ച് അവൻ പാപം ചെയ്ത ഒരു ജീവിതം നയിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എവിടെ പുത്രൻ വന്നിട്ട് അവന് സ്വാതന്ത്ര്യം തരുന്നുവോ അവൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവനാണ്. When the Son sets you free, you are free indeed. അപ്പോൾ യേശുക്രിസ്തു വന്നിരിക്കുന്ന, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്, യേശുക്രിസ്തു വന്നിരിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തരും സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയാണ്. ആരൊക്കെ വിശ്വസിക്കുന്നത്? സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു ഷാൽ ഹിയർ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഹല്ലേലൂയ. ബ്രദർ ഒന്ന് വായിക്കാവോ? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നിങ്ങളുടെ അയൽക്കാരനോ നിങ്ങളുടെ പാസ്റ്ററിനോ ഒരു സംവിധാനത്തിനോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റുകയില്ല. പക്ഷെ സ്വാതന്ത്ര്യം തരാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വ്യക്തിക്കും നിങ്ങളെ ബന്ധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളെ അവൻ്റെ മക്കളെല്ലാവരും അവൻ്റെ കയ്യിലാണ്. നോ വൺ ക്യാൻ സ്നാച്ച് ദം അവേ ഫ്രം മൈ ഹാൻഡ് എന്നാണ് പറയുന്നത്. കാരണം അവൻ രക്ഷിച്ചവൻ അവൻ്റെ ഉള്ളം കയ്യിലാണ്. പ്രിയപ്പെട്ടവരെ, യു ആർ സോ പ്രഷ്യസ്. അറിയാമോ, നിങ്ങളെല്ലാവരും വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെല്ലാവരും വളരെയധികം വില കൽപ്പിക്കുന്നവരാണ്. യു ആർ പ്രഷ്യസ്. സേ ഐ ആം പ്രഷ്യസ്. യെസ്. അങ്ങനെ പ്രഷ്യസ് ആയ ഒരു കാര്യം ദൈവം അങ്ങനെ വെറുതെ ഒന്നും വിട്ടു കൊടുക്കുകയില്ല.
He will not give it. Just as you treasure your diamond necklace. ദൈവം ഡയമണ്ട് നെക്ലസിനേക്കാൾ കൂടുതൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ പൂട്ടിയൊക്കെ വെക്കുകയില്ലേ, നിങ്ങൾ എപ്പോഴും പോയി നോക്കുകയില്ല അതുകൊണ്ടോന്ന് കള്ളം വരുമെന്ന് നോക്കി നിങ്ങൾ ബാങ്ക് ലോക്കറിലൊക്കെ ഇടുകയില്ലേ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളൊക്കെ വില പിടിപ്പുള്ളതാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നിങ്ങളുടെ വില. The price is the blood of Jesus. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, God loves you so much. God cares for you so much. നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ഷേമത്തിൽ ദൈവത്തിന് വളരെയധികം താല്പര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാതെ നിങ്ങൾ ചോദിക്കരുത്, ഓ എൻ്റെ ദൈവം അവൻ എന്നെ മറന്നുപോയോ, ഞാനിവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലേ എന്നും ചോദിക്കരുത്. You must know that he is a God who is always interested in your welfare. അവന് നിങ്ങൾക്ക് വേദന എടുക്കുമ്പോൾ അവനാണ് വേദന എടുക്കുന്നത്. Because you belong to him. ഒന്ന് പറഞ്ഞേ, I belong to Jesus. I belong to Jesus. Hallelujah. Hallelujah. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്നും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിന്നും നമ്മളെ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് എന്താണ്? പാപം. It is only sin that can keep you away from the fellowship with Jesus. നമുക്കറിയാം, ഈദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് അന്ന് ആദവും ഹവ്വായും ഉണ്ടായിരുന്നപ്പോൾ അവർ ദൈവവുമായിട്ട് അവർക്ക് വളരെയധികം കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷേ പാപം വന്നപ്പോൾ ആ കൂട്ടായ്മ വിച്ഛേദിക്കപ്പെട്ടു പോയി. സോ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഇസ് സിൻ ദാറ്റ് സെപ്പറേറ്റ്സ് യു ഫ്രം ഗോഡ്. സോ വി മസ്റ്റ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ആ പാപാവസ്ഥയിൽ നിന്ന് നമ്മൾ പാപത്തേക്ക് ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ വരണം ഓരോരുത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ബിഷപ്പ് വൈലി വളരെ ഇൻ എ വെരി ഡ്രമാറ്റിക് വേ ഈ എക്സ്പ്ലെയിൻഡ് അല്ലേ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാർലീന് ഒരു സ്വപ്നമുണ്ടായിരുന്നതും. നിങ്ങളെല്ലാം മിക്കവരും അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഞാൻ വളരെ ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പല വ്യക്തികൾക്കും ആ മലകളുടെ മുകളിലോട്ട് പോകാൻ പറ്റാതെ ഇരുന്നതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? അവർ ഭാരങ്ങൾ ചുമക്കുകയായിരുന്നു അല്ലേ. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും ഒക്കെ ഭാരങ്ങൾ ചുമന്നാണ് അവർ ആ യാത്ര തുടർന്നിരുന്നത്. പക്ഷേ എപ്പോൾ അവർ ഈ ഭാരം താഴെ വെച്ച് കളയുവാൻ ആഗ്രഹിച്ചോ അപ്പോൾ അവർക്ക് ഇച്ചിരി കൂടെ ഒരു ഫ്രീഡം കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പാപത്തിൻ്റെ ഭാരം നമ്മൾ നീക്കിയാൽ ആ സയോൺ പർവ്വതത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. ഭാരം വെച്ച് നമുക്ക് കയറാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബ്രദർ ഒന്ന് വായിക്കാമോ? അവിടെ പറയുന്നുണ്ട്, ലെറ്റ് us lay aside every weight and the sin which so easily ensnares us. സ്നേർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇറ്റ് ഇസ് ലൈക്ക് എ ട്രാപ്പ്. സ്നേർ എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. നമ്മൾക്ക് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിലും നമ്മുടെ ആ സയോണിലേക്കുള്ള ആ യാത്രയ്ക്ക് നമുക്ക് തടസ്സം വരുന്ന ചില ട്രാപ്സാണ് ഈ സ്നേഹസ്. അതിന് നമ്മൾ ഭാരമുള്ളപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമായിരിക്കുകയില്ല. ഒന്ന് വായിക്കോ, ഹീബ്രൂസ് 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. നമുക്ക് നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാരം നമ്മൾ മാറ്റണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനങ്ങൾ നിങ്ങൾ ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വളരെയധികം ഭാരങ്ങൾ ഇവിടെ ഈ കസാര വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ആ സിയോൺ പർവ്വതത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര തീർച്ചയായിട്ടും വളരെ വളരെ എളുപ്പമായിരിക്കും. കാരണം യേശു ക്രിസ്തു വന്നത് നിങ്ങളെ അവിടെ കൊണ്ടുപോകാനായിട്ടല്ല. പക്ഷേ പലർക്കും നമുക്കറിയാമല്ലോ, അത്ലറ്റിക്സിൽ ഒരു ഐറ്റം ഉണ്ട്, ഹേർഡിൽസ് അല്ലേ. യേശു ക്രിസ്തു വന്നത് ഹേർഡിൽസ് ഒന്നും ഉണ്ടാക്കാനല്ല. ഹി ഹാസ് കം ടു ഗിവ് യു ദ വേ ബിക്കോസ് ഹി ഈസ് ദ വേ. അവനാണ് വഴി. അപ്പോൾ യേശു ക്രിസ്തു അവിടെ ഹേർഡിൽസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതിനുപരി യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ഭാരമായിട്ടുള്ള ഹേർഡിൽസൊക്കെ നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളൊന്ന് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക. അതുകൊണ്ട് ദൈവം മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28, 29, 30 വചനങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഭാരങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം തരാൻ ഒരു വഴിയുണ്ടെന്ന് ഒന്ന് വായിച്ച് കേൾക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും. ഇവിടെ അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്ന ഏതെങ്കിലും രീതിയിൽ ഒരു ഭാരം ചുമക്കുന്ന വ്യക്തികളുണ്ടോ? ആരുമില്ലേ? എല്ലാവർക്കും ഉണ്ട് അവരുടേതായ ഭാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഭാരമില്ലെങ്കിൽ യു മസ്റ്റ് ബി റിയലി ഫാന്റാസ്റ്റിക്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്ത 2 വചനങ്ങളുടെ
ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ ആ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഈ നുകം എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ യോക്ക് എന്ന് പറയുന്നത് ആരുടെ കഴുത്തല്ല യോക്ക് വയ്ക്കുന്നത്? കാളകളുടെ. അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിയന്ത്രണം ഈ യോക്ക് വഴിയാണ്, അല്ലേ? സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സെയിങ് ദ ലോർഡ്ഷിപ്പ്. യോക്ക് എന്ന് പറയുന്നത് ഈസ് എ ലോർഡ്ഷിപ്പ്. ദൈവം പറയുകയാണ്, മൈ യോക്ക് ഈസ് ലൈറ്റ്, ഈസ് ഈസി ആൻഡ് എ ബേർഡൻ ഈസ് ലൈറ്റ്. ദൈവം പറയുകയാണ്, എൻ്റെ വചനം അനുസരിക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങളത് വലിയ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കരുത്. കം അണ്ടർ മൈ ലോർഡ്ഷിപ്പ്, കം അണ്ടർ മൈ ലോർഡ്ഷിപ്പ്, കണ്ടർ മൈ ലോർഡ്ഷിപ്പ്. പക്ഷേ അതിനു മുമ്പ് ആ ലോർഡ്ഷിപ്പ് ഒരു കാലയുടെ പുറത്ത് രണ്ട് നുകം വയ്ക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കഴുത്തിൽ ഉള്ള നുകം ഒന്ന് മാറണം. ആ നുകം മാറുന്നത് എങ്ങനെയാണ്? ആ നുകം മാറുന്നത് ഐസയ പ്രവാചകന്റെ പുസ്തകം 27-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിലുണ്ട്. Isaiah 10:27. Isaiah 10:27. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്ന്, അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. Isaiah 10:27. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്ന്, അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. Hallelujah. It shall come to pass in that day that his burden will be taken away from your shoulders. വചനം അവിടെ കേട്ടില്ലേ? Who are heavily laden, come to me. പിന്നെ പറയുന്നുണ്ട്, and his yoke from your neck, and the yoke will be destroyed because of the anointing oil. ദൈവത്തിൻ്റെ അഭിഷേകം മൂലം ആ സാത്താൻ്റെ നുകം നമ്മളുടെ കഴുത്തിൽ തകർന്നു പോകുകയും ആ യേശുക്രിസ്തുവിൻ്റെ നുകം നമ്മൾ വഹിക്കുകയും ചെയ്യണം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാത്താൻ്റെ കർത്തൃത്വത്തിൽ നിന്ന് യേശുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് നമ്മൾക്ക് വരുവാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റുക. കാരണം എന്താണ്? നമ്മളുടെ ജീവിതം പിന്നെ നയിക്കുന്നത് ഞാനല്ല, കർത്താവാണ്, അല്ലേ? കാളയുടെ പുറത്ത് ഒരു നുകമുണ്ടെങ്കിൽ പിന്നെ കാളയ്ക്ക് തോന്നുന്നിടത്തൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല. Then you come under the lordship of Jesus and he directs your paths. സങ്കീർത്തനം 119:105 വചനം പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ പാദത്തിന് ഒരു വിളക്കും പാതയ്ക്ക് ഒരു വെളിച്ചവുമാണ്. അങ്ങനെ യേശു ക്രിസ്തു ആയിരിക്കും നമ്മളെ ഇനി മുതൽ നയിക്കുക. Then you will always have victory because Jesus Christ will always lead you into victory. Hallelujah. പിന്നെ കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, സത്യമാണ് നമ്മളെ നയിക്കേണ്ടത്. അവൻ പറയുന്നത് എന്താണ്? വഴിയും സത്യവും ജീവനും ഞാനാണ്. പിന്നെ സത്യം എന്താണ് എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം ഒന്ന് വായിക്കാം. John 17:17. സത്യം എന്താണെന്ന്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പൊ എന്താണ് സത്യം? വചനമാണ് സത്യം. ആ സത്യം ആണ് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, 8-ാമത്തെ 32-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവനാണ്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15-നുള്ള സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി ശ്രേഷ്ഠമായ ഒരു സ്വാതന്ത്ര്യം, പിശാചിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ഏറ്റവും വലിയ ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ ഒരു വിധിയെക്കുറിച്ചാണ്, ഓഫ് കണ്ടംനേഷൻ. നമ്മൾക്ക് വിധിയെക്കുറിച്ചുള്ളതിനെ ഓർക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയം വരുന്നത്. അതുകൊണ്ടാണ് പല വ്യക്തികൾക്കും മരിക്കുവാൻ ഭയമുണ്ട്. ഇവിടെ മരിക്കാൻ ഭയമുള്ള എത്ര വ്യക്തികളുണ്ട്? മരിക്കുവാൻ ഭയമുള്ള എത്ര വ്യക്തികളുണ്ട്? ആരുമില്ല. ഓ, പ്രൈസ് ഗോഡ്. At least she is honest. Hallelujah. Hallelujah. Praise God. Thank you, sister. We all have our areas. കാരണം ഉണ്ട്. We'll say, Lord, give me 2 more days. I have to do something more. I have to make up this. I have to do this patchwork. Not so fast. Give me some more time. അല്ലേ? നമ്മളെല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ആ മരണത്തിനെ നമ്മൾ ഭയപ്പെടരുത്. കാരണം മരണത്തിനെ ഭയപ്പെടുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് മരണത്തെ അല്ല, വിധിയെക്കുറിച്ചാണ്. കാരണം അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കും അവൻ നിത്യത ചെലവഴിക്കുന്ന എന്നൊരു വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അവൻ മരിക്കുവാനായിട്ട് അവന് ഭയമുണ്ടാകുകയില്ല. I'm not sure. I am saying it
that you will not fear death if you know 100% that when you die, you are going to be with Jesus. It is the uncertainty that brings fear. നമുക്ക് യഥാർത്ഥത്തിൽ എവിടെയാണ് ഞാൻ നിത്യത ചെലവഴിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ആ ഭയത്തിൻ്റെ ഉറവിടം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ ഭയത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണം. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിലീസ് ഓഫ് ഫ്രീഡം ദാറ്റ് യു ക്യാൻ ഗെറ്റ് ടുഡേ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. അതൊന്ന് വായിക്കാമോ? There is therefore now no condemnation for those who are in Christ Jesus, who do not walk according to the flesh but according to the Spirit. Oh, this is one of the greatest words in the scripture. അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഒന്നും കൂടെ വായിക്കത്, ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഇത് ജീവന്റെ വചനമാണ്, നിങ്ങളുടെ ഭയം മാറ്റുന്ന വചനമാണിത്. അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം, മരണത്തിന്റെയും നിയമത്തിന്റെയും എല്ലാത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. നിയമമാണ് വിധിക്കുന്നത്. ഇറ്റ് ഇസ് ദ ലോ ദാറ്റ് കണ്ടംസ്, ബട്ട് ഐ ഹാവ് ബീൻ റിലീസ്ഡ് ഫ്രം ദ ലോ. പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യമാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തെക്കാൾ ശ്രേഷ്ഠമായത്. കാരണം ഇത് നിത്യതയിലേക്കുള്ളൊരു സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾ ആഘോഷിക്കുന്നുണ്ടോ? Do we sing and thank God? No. No flags are raised. No sweets are exchanged. No greetings are sent. അല്ലേ? ഇപ്പൊ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കും, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഡു വി സെലിബ്രേറ്റ്? നമ്മൾ കാണുമ്പോൾ ഓ അവർ ലോർഡ് ജീസസ് ഹാസ് ഗിവൺ us ലൈഫ്, ഓ ഹി ഈസ് സോ വണ്ടർഫുൾ എന്നൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം. ലെറ്റ് us celebrate the victory, the spiritual victory that God has given us. Amen. It is time we did that. It's time we understood and realized and acknowledged that there is a victory beyond our life here. There is a victory which transports us from this life into eternal life. Amen. Hallelujah. Hallelujah. Praise God. അതുകൊണ്ടാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ ചില കാര്യങ്ങൾ ചെയ്യണം. പലപ്പോഴും നമ്മൾ ഇതുണ്ടല്ലോ, ഈ ശവസംസ്കാര കർമ്മത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തെസ്സലോനിയൻസിൻ്റെ ലേഖനത്തിൽ നിന്നൊക്കെ വായിച്ച് കേൾക്കുമല്ലേ? അല്ലേ? അത് ആ കർമ്മത്തിൻ്റെ ആൾക്കാർ വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് പറയും. അപ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തികൾ എല്ലാവരും ശ്രദ്ധിച്ച് അത് കേൾക്കുമ്പോൾ എന്താണ്, മരിച്ചവരും മുകളിലോട്ട് പോകും, ജീവിക്കുന്നവരും മുകളിലോട്ട് പോകും. അപ്പം നമ്മളെല്ലാവരും മുകളിലോട്ട് പോകും. പക്ഷെ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. ദോസ് ഹു ഹാവ് ഡൈഡ് ഇൻ ക്രൈസ്റ്റ്, ദോസ് ഹു ആർ ലിവിങ് ഇൻ ക്രൈസ്റ്റ്. ആ ഇൻ ക്രൈസ്റ്റ് ഒന്നെങ്കിൽ പറയുകയില്ല, അല്ലെങ്കിൽ കേൾക്കുകയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വരുമ്പോൾ കൊണ്ടുപോകുന്നത് യേശു ക്രിസ്തുവിൽ മരിച്ചവരെയും യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവരെയുമാണ് കൊണ്ടുപോകുന്നത്. സോ യു ഹാവ് ടു ബി ഇൻ ക്രൈസ്റ്റ്. എങ്ങനെയാണ് ഇൻ ക്രൈസ്റ്റ് ആകുന്നത്? പ്രതൊന്ന് വായിച്ചേ, 1 കൊരിന്ത്യൻസ് 11-ാമത്തെ അധ്യായം 31-32. നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻ ക്രൈസ്റ്റ് ആകാനുള്ള യോഗ്യത കിട്ടുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 1 Corinthians, I'll read it. For we would judge, if we would judge ourselves, we would not be judged. Are you with me? If we would judge ourselves, we would not be judged. But when we are judged, we are chastened by the Lord, that we may not be condemned with the world. Brother വായിക്കോ, 1 Corinthians 11:31-32. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നതാകുന്നു. Hallelujah. So the God chastens you. ആ ചേസനിങ് എങ്ങനെയാണ് വരുന്നത്? എഫീഷ്യൻസ് 5-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ ശാസനം നമ്മൾക്ക് വരുന്നത് എന്നുള്ളത്. ഇത് വചനം അനുസരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. വചനം കേട്ടിട്ട് ഓ ഇത് എനിക്കുള്ളതല്ല, ഇതെൻ്റെ അയൽക്കാരനുള്ളതാണ് എന്ന് പറയുന്നവർക്കല്ല. ഇത് വചനം, ഏത് വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശിക്ഷയുടെ ആയിക്കോട്ടെ എന്തിനേയും, യു മസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ വേർഡ്. ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു.
ദൈവം ഓരോരുത്തരും വ്യക്തിപരമായ ഒരു ദൂത് തരികയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ യേശു ക്രിസ്തുവിലാകുവാനുള്ള യോഗ്യത ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ തന്നെ 5:26. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നു. ജലസ്നാനം. ഓക്കെ, ഞാനത് കിങ് ജെയിംസിലെ ഒന്ന് വായിക്കാം. 5:26 എങ്ങനെയാ പറയുന്നത്? That he might sanctify and cleanse with the washing of water by the word. The washing of water by the word. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വഴി നമ്മളെ ഓരോരുത്തരെയും കഴുകി വെടുപ്പാക്കുക. അങ്ങനെ അവൻ നമ്മളെ വേർതിരിക്കുകയാണ്. He will sanctify you. Sanctify എന്ന് പറയുന്നത് is to separate you. നമ്മളെ വേർതിരിക്കുക. ശിക്ഷാവിധിക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്ന ആ ലോകത്തിൽ നിന്ന് നമ്മളെ അവൻ്റെ വചനം വഴി കഴുകി വെടുപ്പാക്കി മാറ്റി വേർതിരിച്ച് രക്ഷയുടെ ഇൻ ക്രൈസ്റ്റായിട്ട് നമ്മളെ യേശു ക്രിസ്തു നിർത്തുമ്പോൾ നമ്മൾക്ക് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. കാരണം നമ്മൾ കേൾക്കുന്നതും അനുസരിക്കുമെന്നാകുന്ന വചനങ്ങൾ നമ്മളെ ശാസിച്ച് it chastens you and you judge yourself and you take a decision. Lord, I have sinned and I am going to turn back to you. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 1:9 പറയുന്നുണ്ട്, if you confess your sins, he is faithful and just to forgive you and to cleanse you from all unrighteousness. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കൊള്ളുന്നതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നു, അവൻ വിശ്വസ്തനാണ്. he is faithful, അവൻ നീതിമാനാണ്. നമ്മൾക്ക് പാപമോചനം പാപത്തിൽ നിന്നെല്ലാം പുറത്ത് എല്ലാ നമുക്ക് എല്ലാ അനീതിയിൽ നിന്ന് നമ്മളെ കഴുകി വെടുപ്പാക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവനുമായിട്ടൊരു ബന്ധമുണ്ടാകണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് കൺഫെസ് യുവർ സിൻസ്. അല്ലാതെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മാന്യനാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് തരത്തിലായിരിക്കും? ആ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ വന്ന ഫരിസേനെ പോലെ ആയിരിക്കും. അവൻ അവിടെ നിന്ന് കുറേ വലിയ പ്രസംഗമൊക്കെ നടത്തി, പക്ഷേ ദൈവത്തിന് അത് പ്രീതികരമായിരുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പാപങ്ങൾ ഏറ്റു പറയണം. ഇവിടെ പാപം ചെയ്യാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ? എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം തന്നെ നിങ്ങളെ വിധിക്കുന്നത് നീ നുണയനാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പാപമോചനമുണ്ട്. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നീതിമാന് വേണ്ടിയല്ല, അതിനുപരി പാപിയെ തേടി യേശുക്രിസ്തു പാപമോചനം കൊടുത്ത് അവൻ്റെ മകളാക്കാൻ വേണ്ടിയാണ്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഹല്ലേലൂയ യേശുക്രിസ്തു മരിച്ചത്.